ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഖത്മുൽ ബുഖാരി ബുർദ മജ്ലിസിൻ്റെ വാർഷികമായിരുന്നു മർക്കസ് നോളജ് സിറ്റിയിൽ. അപ്പോൾ ഇന്ന് അവിടുത്തെ വിശേഷങ്ങളും ഇന്ന് രാത്രിത്തെ അവിടുത്തെ പ്രോഗ്രാമും ബുർദയും ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. ഷോർട്ട് വീഡിയോയാണ്. ഷോർട്ട് പറഞ്ഞാൽ കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിലും അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വിവരങ്ങളും. ഇപ്പോൾ നിങ്ങളിത് വയനാട് ഭാഗത്തിൽ നിന്നും നോളജ് സിറ്റിയിൽ നിന്നൊക്കെ കാണുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അതുപോലെ മലയോര മേഖലയാണ്. വളരെ പുലർച്ചെ എന്ന് പറഞ്ഞാൽ ഒരു 6 മണിൻ്റെ ശേഷമുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ മെഹ്റാസ് ഹോസ്പിറ്റൽ, യുനാനി മെഡിക്കൽ കോളേജും അലോപ്പതി ചികിത്സ, ഇംഗ്ലീഷ് മെഡിസിനൊക്കെ എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. ഇവിടെയാണ് ഖത്മുൽ ബുർദ ഗ്രാൻഡ് വാർഷികം. എല്ലാ ഞായറാഴ്ച രാവിലും ഇവിടെ ബുർദ മജ്ലിസ് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ആ ബുർദയുടെ വാർഷിക പ്രോഗ്രാമാണ് നടക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളെ ഞാൻ കാണിച്ചത്. പിന്നെ ഇന്ന് പ്രഭാതത്തിലെ മർക്കസ് നോളജ് സിറ്റിയിലെ കാഴ്ച വളരെ ഭംഗിയുള്ളതാണ്, വളരെ സുന്ദരമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ ഒരുപാട് തവണ അവിടെ വന്നിട്ടുള്ളവരാണ്. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് അലിഫ് ഇൻ്റർനാഷണൽ സ്കൂളാണ് ആ കാണുന്നത്. മർക്കസ് നോളജ് സിറ്റിയുടെ ചുറ്റുവശമാണ് ജാമിൽ ഫുത്തു എന്ന മസ്ജിദാണ് മസ്ജിദിൻ്റെ പേര്. ഈ മസ്ജിദിൻ്റെ ചുറ്റുവശമുള്ള പേരാണ് ഈ കാണുന്നത്. ഒരു ശാന്തമായ പ്രദേശം എന്ന് മാത്രമല്ല, നിസ്കരിക്കാനും പിന്നെ ഏറ്റവും വലിയായിട്ട് അനുഗ്രഹീതമായത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദരീങ്ങളുടെ പേരാണ് ചുമരിൽ മുഴുവനായിട്ട് എഴുതിയിട്ടുള്ളത്. പള്ളിക്ക് ചുറ്റും എഴുതിയിട്ടുള്ളത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും പിന്നെ അകത്തുള്ളത് മുത്ത് നബിയുടെ ഷാറ മുബാറക്കാണ്. മുടിയുടെ ഭാഗങ്ങളും മറ്റു ഷാറ മുബാറക്കുകളും ബർക്കത്താക്കപ്പെട്ട ഷാറ മുബാറക്കുള്ള ഒരു മസ്ജിദാണ്. ഇന്ത്യയിലുള്ള തന്നെ പല ഭാഗത്തുണ്ടെങ്കിലും കേരളത്തിൽ ഇതുപോലത്തെ ഒരു മസ്ജിദ് വേറെ എവിടെയും ഇല്ലാന്ന് നമുക്കറിയാം. ഷാറ മുബാറക്ക് മിമ്പറിൻ്റെ അല്ലെങ്കിൽ മെഹ്റാബിൻ്റെ മുകളിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് വലിയൊരു മുത്ത് നബിയുടേതാണല്ലോ. മുത്ത് നബിയുടെ ഷാറ മുബാറക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വസീല ചെയ്യാൻ ആദ്യം നമ്മൾ അള്ളാഹുവിനോട് മഹബത്ത് വെച്ച് singing praises upon our beloved Prophet Muhammad. Ashhadu an la أبدا على هابك خير الخلق كلهم والنار حامدة الأنفاس من نصفي عليه والنهر ساقي العين من سدمي وصافا
وسلم دائما أبدا على حبيبك خير الخلق كلهم. وفما في الأرض والصنم تغاضى عن طريق الوحي منهزم من الشياطين يأخذ إلى منهزم بذنبه بعد تسبيح ببطنها نبذ المسبح من أحشائه ملتقم. يا صل وسلم دائما أبدا على حبيبك خير الخلق كلهم. نمشي إليه على ساق بلا قدم كأنما سطرت عمر أقسمت من القمر منشق له من قلبي نسبة مبروءة القسم وما هوى الغرم خير ومن كرم دائما أبدا على حبيبك خير الخلق كلهم. خير
ഈമാനോടുകൂടി നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ സന്തോഷ വാർത്ത നമ്മൾ അറിയിക്കുകയാണ്. ഈജിപ്തിൽ നിന്ന് 1-ാം വായകരുടെ ഹാഫിളാണ് നമ്മുടെ തറാവീഹിന്റെ ഇമാമത്ത് നൽകുന്നത്. ഒത്തുകേൾക്കാൻ വേണ്ടി ധാരാളം ആളുകൾ വരാറുണ്ട്. ഈജിപ്തിൽ നിന്ന് തന്നെ ഒരു പ്രശസ്തനായ ഒരു ഖാരി കൂടി ഇത്തവണ നമുക്ക് ഇമാമായിട്ട് മസ്ജിദിലേക്ക് വരുന്നുണ്ട് എന്നൊരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബദരിയത്തിന്റെ ഇന്ത്യയിലുടനീളം പ്രചരിപ്പിക്കുന്നതിനുള്ള അതിൻ്റെ എല്ലാം ഒരു കേന്ദ്രമായിട്ടാണ് ഇൻഷാ അല്ലാഹ് ബദരിയങ്ങളുടെ സ്വന്തം ഇടമായ നമ്മുടെ ഈ സദസ്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും പ്രചാരകരായിരിക്കണം. കഴിഞ്ഞ വർഷം 323 ആളുകൾ കൊടുത്തവര് പലരും ഈ വർഷം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാത്ത ആളുകളുണ്ട്. ആ ബദരീങ്ങളുടെ ആണ്ടിലേക്ക് 12,000 രൂപ കൊടുത്തുകൊണ്ട് ഒരാണ്ടിന് വാങ്ങാൻ, അതുപോലെ നോമ്പിന് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി 6,000 രൂപയുടെ ഒരു ചാക്ക് അരി വാങ്ങി കൊടുക്കാൻ ധാരാളം ആളുകൾ ഇതിനകം തന്നെ നേർച്ച ചെയ്തിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. പലരും ക്യാഷ് തന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയുമുള്ളവർക്കൊക്കെ തന്നെ ഇത് കൗണ്ടറിൽ കൊടുക്കാൻ, പുറത്തു നൽകാൻ, പിന്നീട് അറിയിക്കാൻ. പള്ളി ഉദ്ഘാടനം ചെയ്ത ഉമർ ഹഫീസിൻ്റെ നേതൃത്വത്തിൽ സുഹബ ക്യാമ്പുണ്ട് 3 ദിവസം. ആ നേതൃത്വത്തിലുള്ള ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിച്ചു. ക്യാമ്പ് വളരെ മനോഹരമായിരുന്നു. ഒരുപാട് ആളുകൾ സംബന്ധിച്ചിട്ടുണ്ട്. സുഹബ ക്യാമ്പ് 3 ദിവസത്തെ ക്യാമ്പായിരുന്നു. ഈ 3 ദിവസവും ഓരോ നമസ്കാരത്തിന് ശേഷവും നല്ല അറബിയിലുള്ള സുഹബ ക്യാമ്പ് നടന്നിരുന്നു.